ഫാദർ ഫിലിപ്പ് കവീൽ, വയനാട് തൊട്ട് ഇങ്ങോട്ട് ഇത് ആദ്യത്തെ വിഷയമല്ല. നമുക്കറിയാം 3.5 വർഷത്തിനിടയിൽ 316 എന്നുള്ള വലിയ ജീവന്റെ കണക്ക് നിൽക്കുന്നു. അപ്പോഴും സഭകൾ അല്ലെങ്കിൽ സഭയുടെ കുറച്ച് വൈദികർ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്രക്ഷോഭം മനഃപൂർവ്വം ഉണ്ടാക്കി ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളോടൊക്കെയാണ് പ്രവർത്തിക്കാറ്. ഇതൊക്കെയാണ് ഈ പ്രതിഷേധത്തിന് പിറകിലെന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ. അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഫാദറിന് കൃത്യമായിട്ട് അറിയാം. ഈ സമയത്ത് അതിനൊരു മറുപടി കൊടുക്കുമോ? അത്യന്തം ദുഃഖകരമായ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലും ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുന്നവരുടെ മനസ്സിന്റെ വിഷലിപ്തമായ അവസ്ഥയെക്കുറിച്ച് എനിക്കൊന്ന് പറയാനില്ല. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് സഭയും ബഹുമാനപ്പെട്ട പാമ്പ്ളാനി പിതാവിനെ കൊട്ടിയതാണ് പറഞ്ഞത്. സഭ പുരോഹിതന്മാരൊക്കെ കർഷകരെ ഭയപ്പെടുത്തുകയാണെന്നാണ്. എന്താണ് ഭയപ്പെടുത്തുന്നത്? ഇവര് കർഷകർക്ക് പ്രതികൂലമായ വന നിയമങ്ങള് പരിഷ്കരിക്കാനുള്ള പരിശ്രമത്തിൽ അത് തുറന്നു കാണിക്കുമ്പോൾ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? എൽദോസ് എന്ന ആ പാവപ്പെട്ട മനുഷ്യൻ ആനക്കലിയില് ജീവിതം ബലി കഴിക്കേണ്ടി വന്ന ഒരു സംഭവത്തില് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഇത് തുടർ കഥകളാകുകയാണ്. വയനാട്ടില്, ഇടുക്കിയുടെ ഒക്കെ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിലെ ഗ്രാമാന്തരങ്ങളില് ആനക്കലി മൂലം പൊലിഞ്ഞു വീഴുന്ന മനുഷ്യജന്മങ്ങൾക്ക് ഇവിടുത്തെ സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും. ഓരോ തവണയും കണ്ണിൽ പൊടിയുന്ന പൊടിയിടാനുള്ള എന്തെങ്കിലും ചെപ്പട വിദ്യ കാണിച്ച് മനുഷ്യരെ പറ്റിക്കുകയാണ്. ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം, ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും അല്ല വിഷയം. സർക്കാരിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നമ്മൾ രാഷ്ട്രീയം അല്ല പറയുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴും ഇത്തരം രാഷ്ട്രീയ ലാക്കോടെ സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നേരിട്ട് തലശ്ശേരിയിൽ വന്ന് അദ്ദേഹത്തിന്റെ വനം വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് അഭിനന്ദ പാമ്പ്ളാനി പിതാവും ഞാനും ഉൾപ്പെടെയുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് സംസാരിക്കുകയും ഈ വന്യജീവി ആക്രമണത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ അക്കമിട്ട് ഞങ്ങൾ എണ്ണി പറയുകയും ചെയ്തതാണ്. മാനന്തവാടിയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ്, തലശ്ശേരിയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ്, താമരശ്ശേരിയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് എന്നിവർ വന്ന് കൃത്യം എഴുതി കൊടുത്ത് അതിന് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു പോയതാണ് ഈ മന്ത്രി. അദ്ദേഹം എന്നിട്ട് ഇപ്പോഴെന്താണ് സഭ കർഷകരെ ഭയപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത്? മനുഷ്യന്റെ ജീവൻ ഇവിടെ വിലയില്ലേ? ഇവരാരെ സംരക്ഷിക്കാനാണ് ഇരിക്കുന്നത്? ഇവിടെ വനം വകുപ്പാണോ ഇത് മൃഗസംരക്ഷണ വകുപ്പാണോ? ഇപ്പോഴാ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുന്നത് ഞാൻ കേട്ടു, അവിടെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് ലൈറ്റ് ഇടാൻ പോലും അനുവാദം കൊടുക്കുന്നില്ല എന്ന്. ഇവരാരെയാണ് പേടിക്കുന്നത്? ലൈറ്റ് ഇട്ടാൽ ആന വരുമെങ്കിൽ ആനയെ തടയാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം. അല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ മനുഷ്യര് ജീവിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ്, അല്ലാതെ കാട്ടിലെ ഏറുമാടത്തിലൊന്നും അല്ല. കാട്ടിൽ കയറി മനുഷ്യർ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷേ ജനവാസ കേന്ദ്രങ്ങളില് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുവാനുള്ള നടപടികള്, സുരക്ഷിതത്വ മാനദണ്ഡങ്ങള് പാലിക്കുവാൻ ഇവിടുത്തെ വനപാലകർക്ക് കടമയുണ്ട്. അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഈ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ കുതിര കയറാൻ വന്നാൽ അതിനെ അനുവദിക്കല്ല. ഏത് വനമന്ത്രി ആയാലും സർക്കാരുകൾ താഴെ പോകും ഇങ്ങനെ വന്നു കഴിഞ്ഞാല്. കാരണം പൊതുജനം പൊറുതി വിട്ടിരിക്കുക. ഇവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല. ഒരു മാർക്സിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ നോക്കിയിട്ടല്ല ആന ചവിട്ടിക്കൊല്ലുന്നത്. ആന ചവിട്ടിക്കൊല്ലുന്നത് ഇവിടുത്തെ പച്ചയായ മനുഷ്യരെയാണ്, സാധാരണ മനുഷ്യരെ. അതൊക്കെ കാണാതെ ഈ ഭരണവർഗത്തിലിരിക്കുന്നവർ എന്താണ് ഇവിടെ പുകമറ സൃഷ്ടിക്കുന്നത്? നിശ്ചയദാർഢ്യത്തോടെ കൃത്യമായ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കണം. ഈ ആനക്കലിയില് മനുഷ്യർ ഇനി ഇവിടെ മരിച്ചു വീഴാൻ പാടില്ല. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണം. അതിനുള്ള സംവിധാനം, അവസ്ഥ ഇവിടെ സംജാതമാക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അത് ഗവൺമെന്റ് നിർവഹിക്കാതെ വരുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവർ പൊതുജനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അത് വേറെ തരത്തില് തിരിച്ചുവിടാൻ നോക്കിയാൽ അതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ അരിയാഹാരം കഴിക്കുന്ന കേരളീയ ജനതയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്.